ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ ചിക്കൻ കൊണ്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉള്ളി ചിക്കൻ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് അധികം പണികളൊന്നും ഇതിനാവശ്യമില്ല, അത്ര എളുപ്പമാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു കപ്പ് ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിന്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നല്ലോണം വഴറ്റി വന്നാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷ്ഡ് ചില്ലി അല്ലെങ്കിൽ ഉണക്കമുളക് പൊടിച്ചത്. അത് തരിതരായിട്ട് ഇതേപോലെ പൊടിച്ച് കിട്ടിയതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് ഒരു 6-7 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇതേപോലെ ആവും. ഒന്നും കൂടെ ആയി വന്നാൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കുഞ്ഞാക്കി അരിഞ്ഞെടുത്ത ചിക്കനാണ്. ഒരു 3/4 കിലോളം ചിക്കൻ ഉണ്ടത്. എല്ലുള്ള പീസാണ്. ഇല്ലാണ്ടാണ് മാക്സിമം നല്ലത്. ചെറിയ ചെറിയ എല്ലാണ് ഇതിലുള്ളത്. വലിയ എല്ലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഒഴിക്കരുത്. ഞാനിതിലൊരു 3-4 സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചതാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കണ്ട. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതേപോലെ ചിക്കനിലെ ചാറൊക്കെ വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ വറ്റി നല്ലോണം ചിക്കൻ ആവുന്ന വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് ഇടയ്ക്ക് ഇളക്കിയും കൊടുത്ത് വേവിച്ച് എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളി ചിക്കൻ റെഡിയാണ്. വേറെ ഒന്നും ഇതിന് ചെയ്യാനില്ല. ലാസ്റ്റ് കുറച്ച് വേപ്പിലയും പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ മല്ലിയില ആയതുകൊണ്ട് ഞാൻ കുറച്ചിട്ടതാണ്. മല്ലിയില ഇതിലൊട്ടും നിർബന്ധമല്ല. അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പൊക്കെ ഈ സമയത്തിന് പാകത്തിനാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ലോണം വറ്റി നല്ലോണം ഡ്രൈ ആയിട്ട് വരണ വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ചാറൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം. നമ്മളെ റയാൻസ് കിച്ചൺ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ റയാൻസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റഗ്രാം ലിങ്കും ഞാൻ താഴെ കൊടുക്കുക. ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.